ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ടർക്കി വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഇഷ്ടമുള്ള ബ്രൗസറിൽ ടർക്കി വിസ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നോർമലി ഡയറക്റ്റ് ലിങ്ക് ആദ്യമേ കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ താഴെ വന്നിട്ട് ഇവിടെ ഇ വിസ റെഡി ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ ഇ വിസ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിസിറ്റ് ഇ വിസ ടു മേക്ക് ആൻ ഇ വിസ ആപ്ലിക്കേഷൻ ടു ഗെറ്റ് ഫർദർ ഇൻഫർമേഷൻ അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് എത്തും. ഇവിടെ അപ്ലൈ ഫോർ ആൻ ഇ വിസ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ടർക്കി വിസ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇ വിസ കിട്ടുകയും ചെയ്യും. ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പം ഇതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അപ്ലൈ എന്നുള്ളതുണ്ട്. പിന്നെ പേയ്മെൻറ്റ് തേർഡ് സ്റ്റെപ്പായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം ഇതിൽ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ വിസ ടൈപ്പാണ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോണിക് വിസയാണ്, ഈ വിസ. അപ്പം അത് ഫസ്റ്റ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് അത് ചൂസ് ചെയ്യുക. സെക്കൻഡ് എന്ന് വെച്ചാൽ കൺട്രി ഓഫ് റീജിയൻ, അതായത് നമ്മുടെ റീജിയൻ ഓഫ് യുവർ ട്രാവൽ ഡോക്യുമെൻ്റ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ട്രാവൽ ഡോക്യുമെൻ്റ് ഏത് കൺട്രിയിലാണോ അത് കൊടുക്കുക. അപ്പം ഇവിടെ ഞാൻ ഇന്ത്യ എന്നുള്ളത് ചൂസ് ചെയ്യാണ്. ഇന്ത്യ ചൂസ് ചെയ്യുക. പിന്നെ ട്രാവൽ ഡോക്യുമെൻ്റ് അത് പാസ്പോർട്ട്, നോർമൽ ഓർഡിനറി പാസ്പോർട്ട് എന്നുള്ളത് ചൂസ് ചെയ്യുക. സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഇവിടുത്തെ ആ ഒരു ആൽഫാന്യൂമറിക് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്നാണ് ടർക്കിയിൽ അറൈവ് ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കുക. അപ്പം 150 ദിവസത്തേക്കുള്ള ഒരു വിസയാണ് നമുക്ക് തരുന്നത്. അപ്പം അതിനുള്ളിൽ ഒരു സിംഗിൾ എൻട്രി വിസയും കൂടെയാണ് തരുന്നത്. അപ്പം ഡേറ്റ് അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ്, അതായത് നമ്മൾ എന്ന് ടർക്കിയിൽ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നോ ആ ഡേറ്റ് മുതൽ 180 ഡേയ്സിലേക്കാണ് അവർ തരുന്നത്. അത് സിംഗിൾ എൻട്രി ആയിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ഡേറ്റ് ചൂസ് ചെയ്യുക. ഇവിടെ ഞാൻ ഇപ്പോൾ ഡെമോ പർപ്പസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു 1st of April കൊടുക്കാം. അപ്പോൾ 27 സെപ്റ്റംബർ വരെയുള്ള ഒരു ഡേറ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. അതിൽ വിസ ഫീ $43 ഉണ്ട്, $6 അഡ്മിൻ ഫീ ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു $49 വരും. പിന്നെ അവസാനം ഒരു 1.5 or 3 പൗണ്ടോളം $3 നമുക്ക് സർവീസ് ഫീയും പോലെ വരുന്നുണ്ട്. എന്തായാലും അത് ഫൈനലി കാണിച്ചു തരാം. അപ്പം ഇവിടെ നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഇത് പറയുന്നുണ്ട്, യു മസ്റ്റ് മീറ്റ് ഓൾ ദ റിക്വയർമെൻറ്റ്സ് ലിസ്റ്റഡ് ബിലോ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ആൻ ഇ വിസ. പ്ലീസ് കൺഫേം ദാറ്റ് യു മീറ്റ് ദീസ് ക്രൈറ്റീരിയസ്. അപ്പോൾ ഇവിടെ താഴത്തെ ബോക്സിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ വായിച്ചിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. മൈ പാസ്പോർട്ട് കവേഴ്സ് ദ പീരീഡ് ദാറ്റ് ഐ വിൽ ബി സ്റ്റേയിങ് ഇൻ ടർക്കി. ടർക്കിയിൽ നിങ്ങൾ ഇപ്പം 180 ഡേയ്സിലേക്കായിരിക്കും നമുക്ക് ഈ വിസ കിട്ടുന്നതെങ്കിൽ കൂടിയും നമ്മൾ എത്തുന്ന ടൈം മുതൽ ഒരു 30 ഡേയ്സോ അല്ലെങ്കിൽ 10 ഡേയ്സിലേക്ക് നമ്മുടെ പാസ്പോർട്ട് ഒരു വാലിഡ് ആയിരിക്കണം, ആ ഒരു ടൈം ഡ്യൂറേഷനിലേക്ക്. അപ്പോൾ അത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഐ ക്യാൻ പ്രൂവ് ദാറ്റ് ഐ ഹോൾഡ് എ റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ റിസർവേഷൻ ആൻഡ് അറ്റ്ലീസ്റ്റ് $50 പെർ ഡേ ഓഫ് മൈ സ്റ്റേ. അതായത് എനിക്കൊരു റിട്ടേൺ ടിക്കറ്റും ഉണ്ട്, ഒരു ഹോട്ടൽ റിസർവേഷനും ഉണ്ട്. പോരാത്തതിന് അത് കൂടാതെ നമുക്ക് ഒരു $50 ഒരു അവിടെ എത്ര ദിവസം നിൽക്കുന്നു, ഇപ്പോൾ 10 ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും മിനിമം സ്പെൻഡ് ചെയ്യാൻ ഒരു $50 എങ്കിലും നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളതും ഉണ്ടെന്നുള്ള ഒരു എന്താണ് കൺഫർമേഷൻ പോലെ ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. ഐ ആം ട്രാവലിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ടൂറിസം ഓർ ബിസിനസ്. ടൂറിസത്തിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എ വാലിഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്, അതായത് വാലിഡ് വിസയോ അല്ലെങ്കിൽ വാലിഡ് റെസിഡൻസ് പെർമിറ്റ് ഒരു ഷെങ്കൻ കൺട്രിയിൽ നിന്നോ അല്ലെങ്കിൽ USA, UK, അയർലാൻഡ് എന്നുള്ള കൺട്രിയിൽ നിന്നുള്ളൊരു നമുക്കൊരു റെസിഡൻസ് പെർമിറ്റോ അല്ലെങ്കിൽ വാലിഡ് വിസയോ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. ഐ ക്യാൻ കൺഫേം ദാറ്റ് ഐ മീറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദ കണ്ടീഷൻസ് ലിസ്റ്റഡ് അബോ. ഈ മുകളിൽ പറഞ്ഞ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക.
അതിനുശേഷം ഫസ്റ്റ് നെയിം കൊടുക്കുക. അപ്പം എന്തെങ്കിലും ഇപ്പം ജസ്റ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് നെയിം ഇവിടെ ഈ ഫീൽഡിൽ നമ്മുടെ ഫസ്റ്റ് നെയിം, ഇവിടെ സർനെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, കൊടുത്തതിന് ശേഷം പ്ലേസ് കൊടുക്കുക. മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, പിന്നെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ്, പാസ്പോർട്ട് എക്സ്പയർ ആവുന്ന ഡേറ്റ് കൊടുക്കുക. പിന്നെ ടൈപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്. അപ്പം ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം BRP ഇവിടെ എക്സ്പയർ ആയി. അപ്പം അതിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് ഷെയർ കോഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെസിഡൻസ് പെർമിറ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ യുണൈറ്റഡ് കിങ്ഡം എന്നുള്ളത് കൊടുക്കുക. ഇത് മിക്കവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഇപ്പം ഒരുപാട് എനിക്ക് അപ്ലൈ ചെയ്യാൻ നേരത്തും എനിക്ക് കൺഫ്യൂഷനുള്ള പാർട്ടായിരുന്നു ഇവിടെ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ടൈപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വിസയാണോ അതോ റെസിഡൻസ് പെർമിറ്റ് ആണോ എന്നുള്ളത്. അപ്പം റെസിഡൻസ് പെർമിറ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ എവിടെ നിന്നുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് യുണൈറ്റഡ് കിങ്ഡം. അപ്പം ഈ വിസ ഞാൻ UK യിൽ നിന്ന് ടർക്കിയിലേക്ക് പോകാനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് നമ്പർ, ഇവിടെ കൊടുക്കേണ്ട നമ്പർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ UK ഗവൺമെൻറ് സൈറ്റിൽ കയറിയിട്ട് ഷെയർ കോഡ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ എടുക്കുക. എന്നിട്ട് ആ ഷെയർ കോഡിന് 3 months വാലിഡിറ്റി ഉണ്ട്. അപ്പം ആ ഷെയർ കോഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ആ ഷെയർ കോഡ് സ്പേസ് ഇല്ലാതെ വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എക്സ്പയറി ഡേറ്റ്. അപ്പം ഇവിടെ കൊടുക്കേണ്ട എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ 3 മാസമല്ല, നമ്മുടെ UK യിൽ നമുക്ക് എന്ന് വരെ നിൽക്കാൻ ഉള്ള വിസയുണ്ടോ ആ വിസയുടെ എക്സ്പയറി ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഒരു ഡേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇതുപോലെ. പിന്നെ ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ, ഇവിടെ അഡ്രസ്സും കൊടുക്കുക. അതിനുശേഷം ഈ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, അതൊക്കെ വായിച്ച് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരാളും കൂടെ ഉണ്ട് അല്ലെങ്കിൽ 2-3 പേരുണ്ടെങ്കിൽ ആഡ് എ ന്യൂ പേഴ്സൺ കൊടുത്തിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചില നേരം ഈ സൈറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, ചിലപ്പോൾ ഈ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ് പോകാറുണ്ട്. അപ്പം നമ്മൾ ഒന്നുകൂടെ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ വെരിഫൈ യുവർ ഇൻഫർമേഷൻ, എല്ലാം ഡീറ്റെയിൽസും ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. അതായത് നമ്മുടെ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്, യു ഹാവ് കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യുവർ ആപ്ലിക്കേഷൻ. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൺഫർമേഷൻ ഇമെയിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യുക. ആ അപ്രൂവൽ നമുക്ക് ആ ഇമെയിൽ വന്ന് ഒരു 1 hourനുള്ളിൽ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷനും ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നേന്ന് ആപ്ലിക്കേഷൻ പുതുതായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1 hourനുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ വന്ന ആ ഇമെയിലിൽ ഒരു അപ്രൂവൽ ലിങ്ക് ഉണ്ട്, അത് അപ്രൂവ് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻ്റ് എന്ന് പറയുമ്പം ഏകദേശം $43 ആപ്ലിക്കേഷൻ ഫീ വരും, ഒരു $6 അഡ്മിൻ ഫീ വരും. പിന്നെ ഞാൻ 3 പേർക്കാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ 3 പേർക്ക് ഒരു പ്രോസസ്സിംഗ് ഫീ പോലെ ഒരു $3.68 കൂടെ വന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫീ ഇനത്തിൽ വരുന്നത്. ഇത്രയും ഫീയും കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 hourനുള്ളിൽ തന്നെ ഒരു മെയിലും കൂടെ വരും. ആ മെയിലിൽ നമുക്ക് ഈ വിസ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഒരു ലിങ്കും കൂടെ ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വിസ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം.
ഇത്രയേ ഉള്ളൂ ടർക്കി വിസ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ. വളരെ ഈസിയാണ്. നമുക്കൊരു ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഫുൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് പേയ്മെൻറ്റും ചെയ്താൽ ഒരു 1 അവറിനുള്ളിൽ തന്നെ, 1 അവർ മാക്സിമം ആണ് അവർ പറയുന്നത്. അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ വിസയുടെ ലിങ്കും വരും, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും വീഡിയോ കണ്ടതിന് വളരെ താങ്ക്സ്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.